1976-77 വർഷങ്ങളിലാണ് ഞാൻ പ്രൊഫസർ ബി ലാലിൻ്റെ കൂടെ അയോധ്യ എക്സ്കവേഷനിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങളൊരു സ്ഥലം എക്സ്കവേറ്റ് ചെയ്യാൻ ശാസ്ത്രീയമായി ഉദ്ഖനനം ചെയ്യണം. അതിനു മുമ്പായി ഒരു സർഫസ് എക്സ്പ്ലോറേഷൻ നടത്തും. ആ അവസരത്തിലാണ് ഈ പള്ളിയുടെ ഉള്ളിൽ പോകാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഞങ്ങളെ ഒരു പോലീസുകാരൻ തടുത്ത് നിർത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കോൺട്രവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല, ഞങ്ങൾ ഇതിൻ്റെ റിസർച്ചേഴ്സ് വിങ്ങിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചു. അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പള്ളിയുടെ 12 തൂണുകൾ അത് ക്ഷേത്രത്തിൻ്റെ തൂണുകളാൽ രണ്ടാമതായിട്ട് റീയൂസ് ചെയ്തതായിരുന്നു. അപ്പം അതിൽ വളരെ പ്രത്യക്ഷമായി കാണാൻ കഴിയും, ഒന്ന് പൂർണ്ണ കലശ എന്ന് പറഞ്ഞാൽ ഒരു കുംഭം അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്നതിൻ്റെ ഫോളിയേജസുകൾ പുറത്തു വരുന്നത്. ഇത് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതിന് അഷ്ടമംഗള ചിഹ്ന എന്ന് പറയും. 8 ഓസ്പീഷ്യസ് സിംബൽസ് ഇൻ ഹിന്ദുയിസം. പൂർണ്ണമത, പൂർണ്ണമിതം, പൂർണ്ണാർത്ഥ, പൂർണ്ണമുദച്യതേ. ഇത് കാണാൻ കഴിഞ്ഞു. രണ്ടാമതായിട്ട് കുറേ ദേവീ ദേവന്മാരുടെ പ്രതിമകൾ അതിലുണ്ടായിരുന്നു. പക്ഷെ അത് ഡിഫേസ് ചെയ്തെങ്കിലും അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് അതിനുശേഷം എക്സ്കവേഷൻ നടത്തിയപ്പോൾ 1 പടിഞ്ഞാറ് ഭാഗത്തും 2 തെക്ക് ഭാഗത്തുമാണ് എക്സ്കവേഷൻ നടത്തിയത്. ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടികയുടെ ബ്രിക്ക് ബേസ് അത് ഒന്നൊന്നായിട്ട് എക്സ്കവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു, ഈ തൂണുകൾക്ക് നിൽക്കാൻ വേണ്ടി നിലമുറപ്പിക്കാൻ വേണ്ടിയുള്ള ബ്രിക്ക് ബേസുകളായിരുന്നു എന്ന്. അതിനുശേഷം ധാരാളം പ്രതിമകൾ, ആ ടെറക്കോട്ട എന്നാണ് ഞങ്ങൾ ടെക്നിക്കൽ പറയുക, ടെറക്കോട്ട ആൻറ്റിക്വിറ്റീസ്, ധാരാളം പ്രതിമകൾ. ഈ പ്രതിമകൾ മുഴുവനും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു, അതല്ലാതെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ പള്ളിയുടെ മുമ്പ് ഒരു ഭവ്യമായ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അന്നത്തെ പ്രൊഫസർ ബി ലാൽ എത്തിച്ചേർന്നിരുന്നത്. പക്ഷെ അന്നതൊരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആളുകളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ അത് ഹൈലൈറ്റ് ചെയ്യാതെ ഇരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ പത്രത്തിൽ പോയി, അവർ ഈ സ്ഥലം കണ്ടിട്ടില്ല, അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പ്രൊഫസർ ബി ലാൽസും അദ്ദേഹത്തിൻ്റെ സംഘവും അവിടെ എക്സ്കവേറ്റ് ചെയ്തു, പക്ഷേ ക്ഷേത്രത്തിന് ആധാരമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രപ്രസ്താവന നടത്തി. അപ്പം പ്രൊഫസർ ബി ലാലിന് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്ക് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനന്ന് മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടൊരു പ്രസ്താവന കൊടുത്തു. അതിൽ ഞാൻ പറഞ്ഞു, ഐ വാസ് ദ ഓൺലി മുസ്ലിം ഹൂ ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എക്സ്കവേഷൻസ്. ഇദ്ദേഹം പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും, ഈ തൂണുകളും അതേ തൂണികത്തിൽ കൊത്തിവെച്ച പൂർണ്ണ കലശവും മറ്റ് വിഗ്രഹങ്ങളുമൊക്കെ ഞാൻ തന്നെ കണ്ടതാണ്. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഈ അയോധ്യ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യം ഒരു സാധാരണ ഹിന്ദുവിന് ഈ സ്ഥലങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഭവ്യ ക്ഷേത്രം പണിയാൻ വേണ്ടി ഈ സ്ഥലം വിട്ടുകൊടുക്കേണ്ടതാണ് എന്നും പറയുകയുണ്ടായി. കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാരും തന്നെ ഈ സ്ഥലം കണ്ടിട്ടില്ല, ഇവർ ചരിത്രകാരന്മാർ മാത്രമാണ്. ആർക്കിയോളജി എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൽ സബ്ജക്റ്റാണ്. ആ ടെക്നിക്കൽ സബ്ജക്റ്റ് സ്ഥലം കാണാതെ, സ്ഥലം സന്ദർശിക്കാതെ, ഈ കാര്യങ്ങൾ മനസ്സിലാവാതെ ഇവർ സംസാരിച്ചത് ശരിയായിട്ടില്ല എന്ന കാര്യം കൂടി പറഞ്ഞു. ഇത് നടക്കുന്നത് 1976-77 പിന്നീട് രണ്ടാമതൊരു എക്സ്കവേഷൻ വന്നു, അത് 2003. അപ്പം
ഇത് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ള നിലക്കായിരുന്നു രണ്ടാമത്തെ എക്സ്കവേഷൻ നടത്തിയത്. ഞങ്ങൾക്കന്ന് കിട്ടിയത് 12 തൂണുകളുടെ അവശിഷ്ടങ്ങളായിരുന്നെങ്കിൽ ഈ രണ്ടാമത്തെ എക്സ്കവേഷനിൽ അത് പ്രൊഫസർ BR മണിയായിരുന്നു എക്സ്കവേറ്റ് ചെയ്തിരുന്നത്. അതിൽ 50-ൽ പരം തൂണുകളുടെ ബ്രിക്ക് ബേസുകൾ കിട്ടുകയുണ്ടായി. അതും 17 റോ ആയിട്ടായിരുന്നു കിട്ടിയിരുന്നത്. ഇത് പറയുന്നത് ഒരു ഭവ്യക്ഷേത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നതാണ്. ഇതിന് പുറമെ 263 ടെറക്കോട്ട പീസസ്, അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിമകൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. ഇതിനും പുറമെ ക്ഷേത്രത്തിൻ്റെ ശിഖര പോർഷൻ, നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ശിഖര ഭാഗമായിരിക്കും, അതിൻ്റെ പല ഭാഗവും പള്ളിയുടെ അടിയിൽ നിന്ന് കിട്ടി. ഇതിനും പുറമെ ഒരു പ്രണാള എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ദിവസവും ഏതാണോ പ്രതിഷ്ഠ അതിനെ കുളിപ്പിക്കണം. ഇതിൻ്റെ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രണാള അത് പള്ളികളിൽ ഉണ്ടാവുകയില്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുകയില്ല, അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതും മകരപ്രണാള എന്ന് പറയും. അതായത് ഗംഗാനദിയുടെ മുഖത്തോട് കൂടിയുള്ള, ഗംഗ എന്ന് പറയുന്ന മുതലയുടെ മുഖത്തോട് കൂടിയ പ്രണാളയായിരിക്കും. അതും കിട്ടുകയുണ്ടായി. അതും മകരപ്രണാള എന്ന് പറയും. മകരം എന്ന് പറഞ്ഞാൽ ക്രോക്കഡൈൽ, അതായത് മുതല. ഈ മുതല സാധാരണ ഹിന്ദു ഐക്കോണോഗ്രാഫി പ്രകാരം ഗംഗാ നദിയെയാണ് പ്രതിനിധീകരിക്കാറുള്ളത്. അതിൻ്റെ മകരപ്രണാള കിട്ടുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ മകരപ്രണാള ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. 263 പ്രതിമകൾ എന്ന് പറഞ്ഞത് ഈ പ്രതിമകൾ മുഴുവനും സ്ത്രീകളുടേതും പാമ്പിൻ്റേതും അതേപോലെ നായയുടേതും മറ്റുമായിരുന്നു. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്, പക്ഷേ ഒരിക്കലും തന്നെ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുന്നതല്ല. ഇതിനും പുറമെ വിഷ്ണു ഹരി ശിലാഫലക്, അതായത് 20 ലൈനുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടുകയുണ്ടായി. ആ ഇൻസ്ക്രിപ്ഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ മഹാവിഷ്ണു ക്ഷേത്രം ബാലിയെ ആർ കൊന്നുവോ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്, സമർപ്പിച്ചിരിക്കുന്നത്. ബാലിയെ കൊന്നത് ആരാണ്? അത് ശ്രീരാമനാണ്. പിന്നെ രണ്ടാമത് ഇത് പറയുന്നത് 10 തലയുള്ള ആളെ കൊന്ന ആളാണ് ഈ മഹാവിഷ്ണു. അതാരാണ്? അതും ശ്രീരാമനാണ്. ഇങ്ങനെയുള്ള വളരെ കൃത്യമായ കണിശമായ ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പള്ളി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അതും മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ 10 അവതാരങ്ങളിലൊന്നാണ്. മത്സ്യകൂർമ്മ വരാഹസ്യ നരസിംഹി വാമനത്തിതേ രാമോ രാമസ്യ ബുദ്ധ കൽക്കി തിതേ തതേ, അങ്ങനെയുള്ള അവതാരങ്ങളിലൊന്നാണ് എന്നുള്ള നിഗമനത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്തിച്ചേർന്നതും പിന്നീട് സുപ്രീം കോർട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോർട്ടിൻ്റെ വിധി വന്നതും. ആ വിധിയും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വിധിയായിരുന്നു. കാരണം മുസ്ലിങ്ങൾ 2.67 ഏക്കേഴ്സിന് വേണ്ടിയായിരുന്നു അവർ കേസ് കൊടുത്തിരുന്നത്. പക്ഷേ അതിന് ഡബിളായിട്ടുള്ള ഇരട്ടിയായിട്ടുള്ള സ്ഥലം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയുണ്ടായി. ഈ സ്ഥലം പൂർണ്ണമായും ഹിന്ദു സമുദായത്തിനും കൊടുത്തു. ഹിന്ദു സമുദായം അവർക്ക് ഈ സ്ഥലം മാറ്റാൻ പറ്റുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റൊരു സ്ഥലത്തേക്ക് ഹിന്ദു സമുദായത്തിന് മാറ്റാൻ കഴിയുകയില്ല. മറിച്ച് മുസ്ലിങ്ങളെക്കുറിച്ചിടത്തോളം അത് മുഹമ്മദ് നബിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഹമ്മദ് നബിയുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറയാമായിരുന്നു ഞങ്ങൾക്കും ഒരവകാശമുണ്ട് എന്നും. ഇസ്ലാമിൽ മുഹമ്മദ് നബിയുടെ ശേഷം 4 ഖലീഫമാർക്കാണ് പ്രാധാന്യമുള്ളത്. ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി. ഇവരിൽ ആരെങ്കിലുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഞാനും അവരോട് കൂടെ നിൽക്കുമായിരുന്നു. അതും ഇല്ല. അതിനുശേഷം സഹാബെ കിറാം എന്ന് പറയും, സഹാബികൾ, അവരുമായും ബന്ധമില്ല. ഇതിനും പുറമെ 4ാമത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളവർ ഒന്നുകിൽ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തി, സലീം ചിഷ്തി, നിസാമുദ്ദീൻ ഔലിയ പോലുള്ള ആളുകളാണ്. അവരുമായും യാതൊരു ബന്ധവുമില്ല. വെറും 4% ആയിരുന്നു മുസ്ലിങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നത്, ഞാൻ വർക്ക് ചെയ്തിരുന്ന അവസരത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലം മുസ്ലിങ്ങൾക്ക് ഒരു നല്ല അവസരമായിരുന്നു. ഇത് സ്വയമേവ അവർ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരു വലിയ പ്രശ്നം
നമുക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ മുസ്ലിങ്ങൾ മിസ്ഗൈഡ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരായ ഡൽഹിയിലെയും അതേപോലെ അലിഗർ യൂണിവേഴ്സിറ്റിയിലെ ഇർഫാൻ ഹബീബ് പോലുള്ള ചരിത്രകാരന്മാരാണ്. അതിന് ചരിത്രം എന്തെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല.